ഇപ്പൊ എന്താ സംഭവം നടന്നത്? ഇപ്പൊ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു തീരുമാനമെടുത്ത് പോണ പോക്കില് മുനമ്പം ഞാനൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ? ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ? ഇപ്പൊ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാ? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലായിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സ് ആണ് അല്ലേ? ഇവര് കയ്യേറ്റക്കാരാ അല്ലേ? പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെന്റിനും പാടായിരിക്കും. അപ്പോ വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പൊ എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെന്റിന് അതിന്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണിത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അതിന്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ടുപോലും തീരുമാനം, വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? ഇവരെ മതപരമായ പിണറായി വിജയ എന്തൊരു ചെറ്റയാടോ താന്. ഒരു 2 സമുദായത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, RSSന് വളമിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ശ്രമിച്ചിട്ട് അവസാനം ഇറങ്ങിപ്പോകാൻ നേരത്ത് പരാജയം പെട്ട് തോറ്റ് തുന്നമ്പാറി കേരളത്തിലെ ജനം അടിച്ചിറക്കിയപ്പോ എന്നാ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം, ഇവറ്റകള് അങ്ങനെ സുഗമമായിട്ട് ജീവിക്കണ്ട, ഇവരെ തമ്മിലടിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങാൻ നേരത്ത് അല്ലേ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്ന അവസാന ദിനം അവസാനിച്ചത്, ടൈം അവസാനിച്ചത് ഈ കഴിഞ്ഞ ദിവസം. അതിന് തൊട്ട് മുൻപായിട്ട് ഇങ്ങനെ ഒരു തർക്കഭൂമിയായിട്ട് നിലനിൽക്കുന്ന ഒരു ഭൂമി, അത് വഖഫ് ബോർഡിൽ പുതുതായി അധികാരമേറ്റ സർക്കാരിൻ്റെ അഭിപ്രായം പോലും തേടാതെ വളരെ കൃത്യമായി പിണറായി വിജയൻ നിയമിച്ച ആളുകൾ അത് വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ അണിയറയിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ചൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞേ? ഞങ്ങള് ഒരൊറ്റ നിയമം പാസ്സാക്കിയിട്ട് ഞങ്ങളെല്ലാം മൂക്കിൽ വലിക്കും. മൂക്കിൽ വലിച്ചോ? ഇതേ മുനമ്പത്ത് വന്നിട്ട് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു എന്താ പറഞ്ഞേ? ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നല്ലേ മുനമ്പത്തെ ഭൂമിയിൽ വന്നിട്ട് കിരൺ റിജിജു പറഞ്ഞത്. അപ്പൊ അത്രയും ദിവസം RSSന് പണിയെടുക്കുകയായിരുന്നു പിണറായി വിജയൻ. ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ എന്നെ തോൽപ്പിച്ചല്ലടാ, നിങ്ങൾ എന്നെ ഇറക്കി വിട്ടല്ലടാ, എന്നാൽ നിങ്ങൾക്കൊരു പണി ഉണ്ടടാ, നിങ്ങൾ തമ്മിലടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ 2 വിഭാഗം ജനങ്ങളുടെ മനസ്സുകളിലേക്ക്
വിഷവിത്തുകൾ വാരിക്കോരി ഇട്ടിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തൊരു ചെറ്റയാടോ വിജയ താന്, എന്തൊരു ചെറ്റയാണ് നീ. കൃത്യമായിട്ട് സതീശന്റെ മുന്നിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ സൊല്യൂഷൻ ഒരിക്കലും ആ സൊല്യൂഷനിലേക്ക് എത്തരുത് എന്നുള്ള വാശിപ്പുറത്താണ് കൃത്യമായിട്ട് സർക്കാരിൻ്റെ അവസാന നാളിൽ, അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മുനമ്പം തർക്കഭൂമി വഖഫിൻ്റെ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ അജണ്ടകൾ മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, അത് പിണറായി വിജയൻ്റെയും സഖാക്കളുടെയും കാലാകാലങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. കലാപങ്ങൾ ഉണ്ടാക്കുക, കൊള്ളയടിക്കുക, ജനങ്ങളെ കൊല്ലുക, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുക. ഇപ്പൊ പിണറായി വിജയൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? RSSന് വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എടുത്ത പണിയാണത്. പക്ഷേ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇതിൽ വഖഫ് ബോർഡിൻ്റെ ഭാഗം ശരിയോ തെറ്റോ എന്നതിനേക്കാളൊക്കെ ഉപരി ഇവിടെ വളരെ കാര്യമായ ഒരു സംഭവമുണ്ട്. അത് ഈ ജനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാർ, പുതുതായി അധികാരത്തിലേറിയിരിക്കുന്ന സർക്കാരിൻ്റെ അഭിപ്രായവും സർക്കാരിൻ്റെ നിർദ്ദേശവും കേട്ടതിന് ശേഷം മാത്രമായിരിക്കണമായിരുന്നു ഈ വഖഫ് ബോർഡ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. അതല്ലെങ്കിലും സർക്കാരിന് മുകളിലാണോ ഈ വഖഫ് ബോർഡ് ഉള്ളത്? അപ്പോൾ കൃത്യമായിട്ട് ഇതിലൊരു തീരുമാനം സർക്കാർ, പുതുതായിട്ട് അധികാരമേറ്റ സർക്കാർ, കാരണം മെയ് 4-ന് റിസൾട്ട് വന്നിട്ടുണ്ട്. സർക്കാർ അധികാരമേറ്റ് അവരുടെ ഒരു തീരുമാനം അറിഞ്ഞ് അവരിൽ നിന്നൊരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമായിരിക്കണമായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്. അതുപോലും ചെയ്യാതെ വളരെ കൃത്യമായി, ആസൂത്രിതമായി, ആരോ മുമ്പ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തായിരുന്നു ലക്ഷ്യം? കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കണം, 2 മതത്തിൽപ്പെടുന്ന ആളുകളെ തമ്മിലടിപ്പിക്കണം, മുസ്ലിമിനെയും ക്രൈസ്തവനെയും ശത്രുക്കളാക്കി മാറ്റണം. അതായിരുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ മൊത്തം പണി, അല്ലേ? സംഘപരിവാർ അരമനകൾ കയറി ഇറങ്ങുകയായിരുന്നു മുസ്ലിമിനെ ഒന്ന് ശത്രുവാക്കാൻ വേണ്ടിയിട്ട്. ഭിന്നിപ്പിച്ച് വിഭജിച്ച് ഭരണം, അധികാരം നേടാനുള്ള ഒരു ശ്രമം. അരമനകൾ കയറി ഇറങ്ങി കുരിശും കൊന്തയും കേക്കും വീഞ്ഞും വാഴക്കുലയും കിരീടവും ഒക്കെ കൊണ്ടുപോയി സമ്മാനിച്ച് മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്തുവാനുള്ള ശ്രമങ്ങൾ ആര് നടത്തുകയായിരുന്നു? RSS നടത്തുകയായിരുന്നു. ഇതിന് വളമിട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി.ഡി. സതീശന് കൃത്യമായിട്ട് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ സൊല്യൂഷനിലേക്ക് പോകരുത്, ആ സൊല്യൂഷനിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കണം എന്ന നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ മുനമ്പത്തെ വഖഫ് ഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമാണല്ലോ. ഈ മുനമ്പത്തെ വഖഫ് ഭൂമി എങ്ങനെ ഈ പറയുന്ന പാവങ്ങളുടെ കയ്യിലെത്തി എന്നതിനെ കുറിച്ചൊക്കെ മറ്റൊരു ചർച്ചയാ. അത് അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അത് അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ കയ്യിലെത്തിയ ഭൂമി ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാതിരിക്കുവാൻ എന്താണ് പണിയെടുക്കേണ്ടത് എന്നുള്ള ശ്രമം നടത്തുന്നതിന് പകരം കൃത്യമായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ചെറ്റ നടത്തിയിരിക്കുന്നത്, അല്ലേ? അതിന് അവസാനം നിങ്ങൾ നോക്കണം. ഇപ്പോഴത്തെ വഖഫ് ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് എപ്പോഴാ? ഏറ്റവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന സമയത്താണ് ഈ വഖഫ് ബോർഡിനെ രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ആളുകൾക്ക് നിയമനം കൊടുത്തിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ നിയമനം ആണ് നടത്തിയിരിക്കുന്നത്. ആ രാഷ്ട്രീയ നിയമനം നടത്തിയിട്ട് ഈ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യരുത്, തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്ന് ഞങ്ങൾ ഇറങ്ങിയില്ല, മറ്റൊരു കയറിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങളിത് ചെയ്തേക്കണം കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? കസേരയിൽ ഇരുത്തിയവൻ കൊടുത്ത നിർദ്ദേശം ഹംസ ചെയ്തു, അല്ലേ?
പൊന്നാനിയിൽ തോറ്റു തൊന്നും പറയിട്ട് അവസാനം ഹംസയെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണ് ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ചെയർമാൻ കസേരയിൽ. ഹംസ ആ പണിയെടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. RSS വേണ്ട വിധത്തിൽ RSS പണിയെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സാമുദായിക കലാപത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ തീയിലേക്ക് പിണറായി വിജയന്റെ വക ഒന്നുകൂടി ആളിക്കത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള പണി. തങ്ങൾക്ക് അധികാരം വേണം, തങ്ങൾക്ക് കസേര വേണം, അതിന് ഈ കഴുതകൾ തമ്മിലടിച്ച് ചാവട്ടെ, ഈ രണ്ട് സമുദായവും ശത്രുപക്ഷത്തേക്ക് അടിച്ച് പിരിയട്ടെ എന്നുള്ളതാണ്. പക്ഷേ ജനത്തിനൊരു കാര്യം ഉറപ്പുണ്ട്. ആരൊക്കെ അണിയറയിൽ കളിച്ചാലും ഈ കളികളെയൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിലെ പ്രബുദ്ധരായ ജനത്തിനുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വിജയം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആ പ്രബുദ്ധത തെളിയിക്കുന്നതായിരുന്നു. ഇപ്പോഴും ഈ സർക്കാരിൻ്റെ ഒരു പരിധിയിൽ വരാതെ, സർക്കാരിൻ്റെ അഭിപ്രായം പോലും കേൾക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം, അത് പിണറായി വിജയന്റെ ചേറ്റത്തരമെന്നല്ലാതെ മറ്റെന്താണ് നമ്മളതിനെ പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ കൃത്യമല്ലേ? ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരെ ചോര കുടിച്ച് അതിലൂടെ അധികാരമുണ്ടാക്കണം. ഒരേ സമയം പിണറായി വിജയൻ നടത്തുന്നത് ഈ പറയുന്ന കാര്യവും അതോടൊപ്പം RSSന് വളമിടുന്ന ഏർപ്പാട് കൂടി, ആ ജോലി കൂടി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാ. ഈ ചെറ്റത്തരമല്ലാതെ പിന്നെന്ത് തെമ്മാടിത്തരമാണ് ഇവൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്ത് ചെയ്താലും ചെറ്റത്തരവും തെമ്മാടിത്തരവും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഷ്ട്രീയ പാർട്ടിയാണത്രേ, ജനങ്ങളുടെ പൊതു സേവനമാണത്രേ, പൊതുപ്രവർത്തനമാണത്രേ, രാഷ്ട്രീയ പ്രവർത്തനമാണത്രേ. എന്താ ഇതിലൂടെ നടത്തുന്നത്? ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയോ? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അധികാരം ഒന്നിനു വേണ്ടി മാത്രം. കൂട്ടത്തിൽ പിണറായി വിജയൻ കണക്കുകൂട്ടി, ഈ കഴുതകൾ എന്നെ ആട്ടിയിറക്കി അവറ്റകൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് മനസ്സിലുറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ തീരുമാനത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ ഒരു സൊല്യൂഷനും കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, അതിന് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഏർപ്പാട് പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അങ്ങനെ പലതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം ഒരു ക്രൂരമായ ജനങ്ങളെ തമ്മിലടിപ്പിച്ച്, ആ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ലാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയല്ലേ എടുത്തിരിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.